ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നികല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്ന ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹിദീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നമുക്ക് എവർക്കും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കണമെന്നും ജനങ്ങളിൽ നല്ല പ്രശസ്തിയും അതല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല പദവികളോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ എന്നുള്ളത്. അതിനുവേണ്ടി സമ്പാദിക്കുവാനും വിദ്യ അഭ്യസിക്കുവാനുമൊക്കെ പരമാവധി അവൻ പരിശ്രമിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ സ്ഥാനമുള്ള ആളുകളെ ദുനിയാവിന്റെ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് നാം അളക്കാറുള്ളത്. സമ്പത്തുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഇന്ന തറവാട്ടിലെ ആളുകൾ, ഇന്ന കുടുംബത്തിലെ ആളുകൾ, അല്ലെങ്കിൽ പദവിയുള്ള ഇന്ന ജോലി ചെയ്യുന്ന വ്യക്തികൾ തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വ്യക്തികളെ കണക്കാക്കാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ഉത്തമരായ ഏറ്റവും വലിയ പദവിയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജിന്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ അവന്റെ ഹജ്ജിനു വേണ്ടി ഒരുങ്ങണം. ഭൗതികമായ സംവിധാനങ്ങളൊക്കെ അവൻ നേടിയെടുക്കണം. യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവൻ നേടിയെടുക്കണം. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, അവൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ ഒരു മനുഷ്യന്റെ പണമോ സമ്പത്തോ അല്ല ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനദണ്ഡമായി, ഒരു വ്യക്തിയുടെ മൂല്യത്തിന്റെ മാനദണ്ഡമായി പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉളഹിയ്യത്തിന്റെ വിഷയം പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൃത്യമായി പാലിക്കുന്നവന്റെ ഈമാനിനെ പരിശോധിക്കാനുള്ള അമലായിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു പ്രവർത്തനമാണ് ഉളഹിയ്യത്ത്, അതല്ലെങ്കിൽ നേർച്ച അർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാംസത്തെ പറ്റി പഠിപ്പിച്ചപ്പോ അള്ളാഹു പറയുന്നുണ്ട്, മാംസവും അതേപോലെ തന്നെ നിന്റെ രക്തവും ഒക്കെ നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിലേക്കാണ് നോക്കുക. അവനെത്ര തഖ്വയുണ്ട്, അവനെത്ര ഈമാനുണ്ട്, അവനെത്ര ഇഖ്ലാസോടുകൂടിയാണ് ആ പ്രവർത്തനം നടത്തിയത് എന്ന നോട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ സുഖങ്ങളും അതല്ലെങ്കിൽ ദുനിയാവിന്റെ ആഡംബരങ്ങൾക്കും അപ്പുറം ഈമാനികമായ ഒരു ഉയർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ നന്മയായി, ഒരു മനുഷ്യന്റെ പദവിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമുക്ക് ധാരാളം വഴികൾ, മാർഗങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസുകൾ നിരവധി തവണ ഖൈറുക്കും ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ വ്യക്തി, നിങ്ങളിൽ ഏറ്റവും ഖിയാറായ, ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന് പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ കാണാം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഖൈറു ഉമ്മത്ത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ചില വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഏറ്റവും ഖൈറാവാൻ, ഏറ്റവും ഉത്തമനാകാൻ ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഏറ്റവും ഉത്തമനായി ജീവിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ആ ഒരു ഖൈറിലേക്ക്, ആ ഒരു ഉത്തമമായ സ്വഭാവത്തിലേക്ക്, ആ ഒരു ഉത്തമമായ ആളുകളുടെ കൂട്ടത്തിലേക്ക് ചേരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നതാണ് ഖുർആനുമായുള്ള ബന്ധത്തെ പറ്റിയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഖുർആനുമായി സംബന്ധിച്ച ആളുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് നമുക്കേവർക്കും സുപരിചിതമായ, അതിന്റെ ആരംഭം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവുകളിൽ കടന്നു വരുന്ന ഹദീസാൻ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നമ്മൾ പല ആവർത്തി കേട്ടതാണ്. ഇതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന അഫ്ളലകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും അഫ്ളലായ വ്യക്തി, ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും ഉത്തമനായ വ്യക്തി അവൻ ഖുർആൻ പഠിക്കുന്ന വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, രണ്ട് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഒരു പുണ്യമാണ് ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത്. രണ്ടിനും വലിയ സ്ഥാനങ്ങൾ, അതായത് ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഇസ്ലാം വലിയ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ രണ്ട് ഹദീസുകൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വനദിംതു, ഞാൻ വല്ലാതെ ഖേദിച്ചിട്ടുണ്ട്, ഞാൻ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്, അലാ തദ്യീഇ അക്സറു ഔഖാതി ഫീ ഗൈരി മആനിൽ ഖുർആൻ. ഖുർആനിന്റെ അർത്ഥങ്ങൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ചതിൽ ഞാൻ വല്ലാതെ ഖേദിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ശൈഖുൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെട്ട
ലോകത്ത് മുസ്ലിമീങ്ങളിൽ സ്വീകാര്യനായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പോരാളിയായി അറിയപ്പെടുന്ന നൈൽ നദിക്ക് പാലം കെട്ടുമാറ്, നൈൽ നദിക്ക് കുറുകെ പാലം കെട്ടുമാറ് കിതാബുകൾ എഴുതിയ മഹാനായ വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ആ ഷെയ്ഖ് പറയുകയാണ്, ഞാൻ ഒരുപാട് വേദനിച്ചു, ഒരുപാട് ഞാൻ പ്രയാസപ്പെട്ടു. എന്റെ സമയങ്ങൾ ഖുർആനുമായി ഞാൻ ബന്ധപ്പെടുത്താത്തതിൽ, ഖുർആനിന്റെ അർത്ഥമന്വേഷിക്കാത്തതിൽ എന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആനും നമ്മളും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഖുർആൻ ഓതിയ ആളുകളാൽ ഇന്നത്തെ സുബഹിന് ശേഷം നമ്മൾ എത്ര പേജ് ഖുർആൻ ഓതിയിട്ടുണ്ട്? വേണ്ട. ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച, ദജ്ജാലിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണമുണ്ടെന്ന് പഠിപ്പിച്ച, ഒരുപാട് ഫളലുകൾ പറഞ്ഞു തന്ന ആ ഒരു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കുക. എത്ര സമയമുണ്ട് നമുക്ക്? എത്ര സമയമുണ്ട് നമുക്ക്? എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്? ആ നൽകിയ അനുഗ്രഹങ്ങളിൽ എത്ര നിമിഷം ഖുർആനിനു വേണ്ടി, റബ്ബിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്ന് നാം ഒന്നാലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദിവസവും ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കണം. ഖുർആൻ പാരായണത്തിനു വേണ്ടി സുബഹിന് ശേഷം, അതല്ലെങ്കിൽ അസറിന് ശേഷം, അതല്ലെങ്കിൽ മഗ്രിബിന് ശേഷം, അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരല്പസമയം ഖുർആൻ പാരായണം ചെയ്യും. അത് ഇത്ര പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉറങ്ങുകയുള്ളൂ എന്ന ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ നമുക്ക് ഖുർആൻ ഓതാം, അതേപോലെ തന്നെ നമുക്ക് ഖുർആൻ കേൾക്കാം. എല്ലാത്തിനുമുള്ള അവസരമുള്ള സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. അതേപോലെ തെറ്റുകൾ തിരുത്തി പഠിച്ചത് വീണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ ആ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. اللهم اجعل القرآن القرآن العظيم ربيع قلبي ونور صدري എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവേ, ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ, അതേപോലെ തന്നെ എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫുർഖാനിലെ ഒരു ആയത്തുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളെ മനസ്സിൽ നമ്മൾ ചേർത്തു വെക്കേണ്ട ആയത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നാളെ എല്ലാവരും കൂടിച്ചേരും. മുസ്ലിം ഉമ്മത്തുണ്ടാകും, റസൂലിന്റെ സ്വഹാബത്തുണ്ടാകും, അതേപോലെ തന്നെ റസൂലിന്റെ ഉമ്മത്തുണ്ടാകും. ആ ഉമ്മത്ത് കടന്നു വരും. റസൂൽ ഇങ്ങനെ അവരെ മാടി മാടി വിളിക്കും. അവരുടെ അടുക്കലേക്ക് റസൂലിന്റെ അടുക്കലേക്ക് അവർ വരുമ്പോ അവർക്കിടയിൽ ഒരു ഹിജാബ് ഉണ്ടാകുമെന്നാൻ, അവർക്കിടയിൽ ഒരു മറയുണ്ടാകുമെന്നാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അല്ലാഹുവിന്റെ ഉമ്മത്താൻ, അതിന്റെ ഉമ്മത്താൻ, എന്നിൽ വിശ്വസിച്ച ആളുകളാൻ, ഷഹാദത്ത് ചൊല്ലിയ ആളുകളാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ സമയത്ത് അല്ലാഹു പറയും, അവർ ഖുർആനിനെ അവഗണിച്ച ആളുകളാണ്, അവർ ഖുർആനിനെ ഒഴിവാക്കിയ ആളുകളാണ്, അവരുടെ നിന്റെ ദീനിന് ശേഷം എന്താണ് പ്രവർത്തിച്ചതെന്ന് നിനക്കറിയാത്ത ആളുകളാണ് എന്ന് പറയുമ്പോ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ ശുപാർശ ചെയ്യുന്ന, നമുക്കെതിരെ സംസാരിക്കുന്ന ആ നിമിഷമായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ ആയത്തിനെ വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. പ്രിയമുള്ളവരെ, റസൂലിന്റെ ശുപാർശ സ്വീകരിക്കേണ്ട സമയത്ത് റസൂലിനെതിരെ അല്ലാഹ് എന്റെ ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാൻ, എന്റെ ഖുർആനിനെ പാരായണം ചെയ്യാത്തവരാൻ, എന്റെ ഖുർആനിന്റെ അർത്ഥം പഠിക്കാത്തവരാൻ, അതിനുവേണ്ടി സമയം ചെലവാക്കാത്തവരാൻ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നൊരവസ്ഥയുണ്ടാകുമെന്ന്, അങ്ങനെ റസൂൽ അവരെ ആട്ടിയോടിക്കുമെന്ന് പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഖുർആൻ എടുത്ത് ആവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. എത്ര സമയമാണ് നമുക്കുള്ളത്? ആ സമയത്തിൽ അള്ളാഹു നൽകിയ നിഅമത്തിൽ എന്ന് റഹ്മാനായ റബ്ബിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആഴ്ചയിൽ ഒരു മണിക്കൂർ ഖുർആനിന്റെ ക്ലാസ് സംഘടിപ്പിക്കുവാനും അതിനുവേണ്ടി ഒന്ന് ഒരുമിച്ചിരിക്കുവാനും
ഏത് സമയത്തും ഏത് തിരക്കിലും അതിനുവേണ്ടി കടന്നു വന്ന് നിർബന്ധമായി പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമായി കണക്കാക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന ഇൽമിനെ സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ ബിസിനസ് ഉണ്ടാവൂല, നമ്മുടെ മക്കളുണ്ടാവൂല, നമ്മുടെ കുടുംബക്കാരുണ്ടാവില്ല, ഒന്നും തന്നെ നമുക്ക് ഉപകരിക്കാത്ത നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് നമ്മളേവരും ഓടുന്ന ഒരു സമയമുണ്ട്. അവിടെ നമ്മുടെ അമലും നമ്മുടെ നഫ്സും നമ്മുടെ ശരീരവും മാത്രമാകുന്ന സമയം. ആ സമയത്ത് പറയാൻ പറ്റണം, റബ്ബേ നിന്റെ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തവനാൻ, നിന്റെ ഖുർആൻ ക്ലാസ്സിന് വേണ്ടി പരിശ്രമിച്ചവനാൻ, ആ ഖുർആൻ പഠിക്കാൻ തയ്യാറായവനാൻ, ആ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയവനാൻ എന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ തടസ്സം വന്നാലും ഒരല്പസമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ ജീവിതത്തിൽ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറായ ആളുകളെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകളാണ്. രണ്ടാമതായി സ്വഭാവം ശുദ്ധീകരിച്ച ഉത്തമമായ സ്വഭാവത്തിന്റെ ഗുണങ്ങളുള്ള വ്യക്തിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ലം യകുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല ഫാഹിഷൻ വലാ മുതഫഹിഷൻ വകാന യഖൂലു ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനകും അഖ്ലാഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ അശ്ലീലം സംസാരിച്ചിട്ടില്ല, അതേപോലെ തന്നെ അശ്ലീല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നില്ല. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അഹ്സനുകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഇഹ്സാനുള്ള സ്വഭാവമുള്ള വ്യക്തികളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. മഹാനായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ വന്നുകൊണ്ട് റസൂലിന്റെ സ്വഭാവം എന്താണ്? അവിടുന്ന് അവര് പറയുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ഖുർആനാണ് പ്രവാചകന്റെ സ്വഭാവമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന, എല്ലാവരോടും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന, പരസ്പരം ഇടപെടുന്ന ആളായി നമുക്ക് മാറേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഖൈറായ വ്യക്തിയും ഏറ്റവും ഷർറായ വ്യക്തിയെയും ഞാൻ പഠിപ്പിച്ചു നൽകട്ടെ? സ്വഹാബത്ത് മിണ്ടാതിരുന്നു. 3 തവണ പ്രവാചകൻ ആവർത്തിച്ചു. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിക്കുന്നത് കേട്ട് പ്രവാചകന്റെ അനുചരന്മാർ പറഞ്ഞു, അതേ ബലായ റസൂലുള്ള അങ്ങ് പറയുക. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മയ്യുർജാ ഖൈറുഹു വയുഅ്മിന ശർറുഹു. ഒരു വ്യക്തി അവൻ ഖൈർ ഉദ്ദേശിക്കുകയും അവനെ തൊട്ട് നാട്ടുകാർ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഖൈർ ഉദ്ദേശിക്കുകയും അതേപോലെ തന്നെ അവന്റെ ഷർറിനെ തൊട്ട് നിർഭയരാവുകയും ചെയ്ത വ്യക്തിയാണ് ഏറ്റവും ഖൈറായ വ്യക്തി. വശർറുക്കും അല്ലാ യുർജാ ഖൈറുഹു വലാ യുഅ്മനു ശർറുഹു. അതേപോലെ തന്നെ ഒരു ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ അവനിൽ നിന്ന് നന്മയല്ല, അവനിൽ നിന്ന് തിന്മയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവന്റെ ഷർറിനെ തൊട്ടാരും തന്നെ നിർഭയരല്ലാത്ത അവസ്ഥയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി, നമ്മൾ പലരെയും കുറിച്ച് പറയലുണ്ട്, ഒരാൾ കയറി വരുമ്പോ അതല്ലെങ്കിൽ ഒരാളെ സംസാരിച്ചു തുടങ്ങുമ്പോ മോശപ്പെട്ട വാക്കുകളാണ് പ്രയോഗിക്കുക. അതല്ലെങ്കിൽ അയാളുടെ സ്വഭാവം മോശമാണ്, അയാൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ പറയും അല്ലാഹ് കഴിഞ്ഞു. അതല്ലെങ്കിൽ ഒരു വെറുപ്പോടുകൂടിയാണ് അയാളെ നമ്മൾ കാണുക. അയാളുടെ സംസാരത്തിന്റെ ദൂഷ്യഫലം കൊണ്ടാണെങ്കിൽ അത് സ്വൽസ്വഭാവമല്ല, അത് ഏറ്റവും ഷർറായ വ്യക്തിയുടെ അടയാളമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ് കിട്ടുന്നതിനു മുമ്പും വഹ്യ് കിട്ടിയതിനു ശേഷവും പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി ഒരു മുശ്രിക്ക് പോലും, ഒരു കാഫിർ പോലും പ്രവാചകനെതിരെ സംസാരിച്ചിട്ടില്ല. അബൂ സുഫിയാനെ വിളിക്കുന്നുണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. എന്താണ് ഈ നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ മോശത്തരങ്ങൾ? എന്താണ്? അദ്ദേഹം കളവ് നടത്തുന്ന വ്യക്തിയാണോ? അദ്ദേഹം കളവ് പറയുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ തമ്മാടിയാണോ?
അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇല്ല, അയാൾ സംസാരിക്കുന്നത് സത്യമാണ്, അയാൾ വിശ്വസ്തനാണ്, അയാൾ നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശത്രുക്കളായിരുന്ന ആളുകൾ പോലും പ്രവാചകന്റെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന തൗഹീദിലാണ്, ദീനിലാണ് പ്രശ്നം, അതാണ് ഞങ്ങളും അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം, അതല്ലെങ്കിൽ ഞങ്ങളും അദ്ദേഹം തമ്മിലുള്ള തർക്കം എന്നവിടുന്ന് മുശ്രിക്കീങ്ങൾ പോലും അവർ സമ്മതിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയേറെ ശുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്വഭാവത്തിന്റെ ഉടമയുടെ അനുചരന്മാരാകുമ്പോ, അതിന്റെ പിൻഗാമികളാകുമ്പോ, പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവത്തിനും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സംസാരിക്കുമ്പോൾ അശ്ലീലതയില്ലാതെ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേഷ്യം പിടിച്ച ചീത്ത വിളിക്കുന്ന, അതല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകരുത്. വിട്ടുവീഴ്ചയുണ്ടാകണം. പരസ്പരം പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തു വന്നാലും അവരോട് സൗമ്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകാൻ കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും ഖൈറായ ആളുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവുക. അതോടൊപ്പം ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പാലിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചാൽ ഈ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أوصيكم عباد الله ثانيا بتقوى الله. الله سبحانه وتعالى വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും ഉത്തമരായ ആളുകളെ പറ്റിയുള്ള പ്രവാചകന്റെ ഹദീസുകളാണ് നാം കേട്ടുവന്നത്. നമുക്ക് ചില വ്യക്തികളെ അറിയാം, സമൂഹത്തിൽ നല്ല മാന്യരായിരിക്കും, സമൂഹത്തിൽ മാന്യതയുടെ കുപ്പായമണിയുന്ന ആളുകളാണ്. അവരുടെ രഹസ്യ ജീവിതത്തിലും അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിലുമാണ് ഏറെ പ്രയാസങ്ങൾ ഏറ്റവും ഷർറായി തീരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൈറുക്കും ഖൈറുക്കും, ആവർത്തിച്ചുകൊണ്ട് പ്രവാചകൻ പറയാണ്, ഖിയാറുക്കും ലി അഹ്ലി, ഏറ്റവും നിങ്ങളിൽ ഖൈറായ വ്യക്തി അവൻ കുടുംബത്തോട് ഖൈറുള്ള വ്യക്തിയാണ്. കുടുംബത്തിൽ അദ്ദേഹത്തിന് ഖൈറാണ് എങ്കിൽ കുടുംബജീവിതത്തിൽ ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അതേപോലെ തന്നെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളോട് ഇടപെടുന്ന വിഷയത്തിൽ കുടുംബത്തിനകത്ത് അദ്ദേഹം ഖൈറാണോ, അദ്ദേഹമാണ് ഏറ്റവും ഖൈറായ വ്യക്തി. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വാന ഖൈറുക്കും ലി അഹ്ലി, എന്റെ ഖൈർ എന്റെ അഹ്ലിൽ, എന്റെ കുടുംബത്തിൽ ഞാൻ ഖൈറായ വ്യക്തിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നാട്ടിൽ എത്ര നല്ല പിള്ള ചമഞ്ഞാലും, എത്ര നല്ല രീതിയിൽ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ, നല്ലത് പറയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ നടന്നാലും, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ, കുടുംബത്തിൽ ഭാര്യയോട് എപ്പോഴും വഴക്ക്, എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ, ഒരു സമാധാനമില്ല, മക്കളോട് ഒരു സന്തോഷമില്ല, ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അതൊരിക്കലും തന്നെ ഖൈറായ വ്യക്തിയുടെ അടയാളമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഖൈർ നമ്മുടെ പരലോകത്തിന്റെ വിഷയത്തിലായിരിക്കണം. ദുനിയാവിൽ അവരുടെ ഹറാമായ ആഗ്രഹങ്ങളെല്ലാം നേടിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലല്ല ഖൈർ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായി പഠിപ്പിച്ചതെല്ലാം അവർക്ക് നൽകണം. അതിലൊരു വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കേണ്ടതില്ല. അവരെ യാത്ര കൊണ്ടുപോകാനും, അവർക്ക് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും, അവർക്കാവശ്യമായ അനുയോജ്യമായ വസ്ത്രം വാങ്ങിക്കൊടുക്കാനും അതൊക്കെ ഖൈറിൽപ്പെടുന്ന കാര്യമാണ്. എന്നാൽ
ഷർറായ രീതിയിൽ, ഹറാമായ രീതിയിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയുടെ കരങ്ങളിൽ നിന്ന്, അവന്റെ സമ്പത്തിൽ നിന്ന് അവനതിനൊരു കാരണക്കാരനാവുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഹലാലായ രീതിയിൽ മക്കളെ സന്തോഷിപ്പിക്കാൻ, മക്കളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ, അതേപോലെ അവരെ ഏറ്റവും നല്ല രീതിയിൽ ദീനീയായി വളർത്തിക്കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ സാധിച്ചാൽ അവനാണ് ഏറ്റവും ഖൈറായ വ്യക്തി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഖൈറുകളുണ്ട്, എല്ലാ മേഖലയിലും ഏറ്റവും ഉത്തമമായ കാര്യങ്ങളുണ്ട്. അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കച്ചവടത്തിന്റെ വിഷയത്തിൽ ഹലാലുകളെ സ്വീകരിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. കച്ചവടത്തിൽ തെരഞ്ഞെടുക്കുന്നതിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ പലിശയിൽ നിന്ന് മാറി, ഹറാമുകളിൽ നിന്ന് മാറി, വഞ്ചനയിൽ നിന്ന് മാറി ഏറ്റവും ഖൈറായ രീതിയിൽ സത്യസന്ധമായി അതൊരൽപ്പം കുറഞ്ഞ ലാഭമാണ് ലഭിക്കുന്നതെങ്കിലും അതാണ് ഏറ്റവും ഖൈറായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മക്കളോടുള്ള ഇടപെടലുകളിൽ, അതേപോലെ പഠനത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ ജോലിയിൽ, അധ്യാപനത്തിൽ, എല്ലാ മേഖലയിലും, ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിലുണ്ട്, യാത്രയിൽ പോലും, ആ യാത്രയിൽ പോലുമുള്ള ഖൈറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ ഒരു ഖൈറുകളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം വെറും തുച്ഛമായ ദിവസങ്ങളിൽ എണ്ണപ്പെട്ട ജീവിതമാണ്. ഏറ്റവും തുച്ഛമായ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടു വരയിടുന്നത് പോലെ അതിന്റെ ഇടയിൽ തീരുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കുക. നമ്മൾ ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലെങ്കിൽ നമ്മുടെ മരണവും അപ്രകാരമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹലാലുകൾ തേടിപ്പോവുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഏറ്റവും നല്ല നന്മകൾ കൊയ്തെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. വിശുദ്ധ ഖുർആനിന്റെ വിഷയം ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും അശ്രദ്ധയിലായി പോകുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ കൊണ്ടുവന്ന് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ഒരുപിടി നന്മകളുമായി നമുക്ക് കടന്നു പോകാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ നമുക്കറിയാം. ആ സ്വഹാബത്ത് എത്ര പ്രയാസം സഹിച്ചുവെന്നറിയാം. അവരെത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചുവെന്ന് നമുക്കറിയാം. അവരെത്രമാത്രം ഖുർആനിനു വേണ്ടി ജീവിതം സമർപ്പിച്ചുവെന്ന് നമുക്കറിയാം. ആ പ്രവാചകന്റെ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മതലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അം ഹസിബതും, നിങ്ങൾ ധരിക്കുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന്? വെറുതെ സ്വർഗത്തിലേക്ക് ഒരു പ്രയാസവും സഹിക്കാതെ, നിങ്ങളുടെ സമയത്തിൽ നിന്ന് ഒരു അല്പസമയം മാറ്റിവെക്കാതെ, നിങ്ങളുടെ ലാഭങ്ങളിൽ നിന്ന് വിഹിതം ഒഴിവാക്കാതെ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചെലവാക്കാതെ, നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ പിടിച്ചുകെട്ടാതെ, റഹ്മാനായ റബ്ബിന്റെ ദീനിനു വേണ്ടി പ്രയത്നിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തീരുമാനമെടുത്താൽ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ബിതൗഫീഖില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കുക, ആ സ്വർഗം നേടിയെടുക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുവാനും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഉത്തമമായ സ്വഭാവമുള്ള വ്യക്തിയാകുവാനും, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഉത്തമ മാതൃകയായി മക്കൾക്കും അതേപോലെ തന്നെ ഭാര്യയ്ക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു നല്ല വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله أعلم وصلى الله على نبينا محمد وعلى آله